അപ്പോൾ ഇതിൻ്റെ ആംഗിൾ കറക്റ്റാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, കാരണം പുതിയ ഹെൽമെറ്റിൽ മൗണ്ട് ഫിറ്റ് ചെയ്താണ്, എങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. ന്യൂ ഹെൽമെറ്റ്, ഫസ്റ്റ് റൈഡ് വിത്ത് ദ ന്യൂ ഹെൽമെറ്റ്. കാർഡോ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കോഡുകളും കാര്യങ്ങളും മ്യൂസിക്കും ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. എനിവേസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാം. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ആദ്യം നമ്മൾ പോകുന്നത് മെർഡിഫ് സിറ്റി സെൻറ്റർ. അപ്പോൾ അവിടുന്ന് പിന്നെ എവിടേക്കായാലും പോകുമോ എന്നുള്ളത് അറിയില്ല. ലെറ്റ്സ് സീ, എന്തായാലും പോയി നോക്കാം. സോ വെൽക്കം ടു ദ വ്ളോഗ്. ന്യൂ ഹെൽമെറ്റ്, ഇതിനെക്കുറിച്ച് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴി പറയാം, ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളെല്ലാം, പ്ലസ് ഇതിൻ്റെ ഫുൾ ബാക്കി എല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. നല്ല ക്ലൗഡിയാണ് ഇന്ന് മൊത്തം, നല്ല മേഘങ്ങളൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് സത്യം പറഞ്ഞാൽ അറിയാറ്, ഈ ഹെൽമെറ്റ് ഇത് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ ഈ ഹെൽമെറ്റ് ഞാൻ ഇരുന്നിട്ട് ശരിക്കും ഹെൽമെറ്റ് കാണിച്ചു തരാം ക്യാമറയിൽ ഫുള്ളായിട്ട്. അതിൻ്റെ എനിക്ക് മെയിൻലി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇഷ്ടമായതെന്നുള്ളൂ, എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തതെന്നുള്ളൂ. പിന്നെ പക്ഷേ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് MTയുടെ ഹെൽമെറ്റാണ്, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് MTയുടെ ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് MTയുടെ തണ്ടർ 4 SV എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിന് പ്രൈസ് എനിക്ക് തോന്നുന്നു 800 dirhams അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 700 or 800 dirhams. മോട്ടോ ഹബിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ വാങ്ങുന്നതിന് 2 വ്ളോഗ് ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. മോട്ടോ ഹബ് പോകുന്നത്, ഹെൽമെറ്റ് സെലക്ട് ചെയ്യുന്നു, കാർഡോ വെച്ച് തരാം. കാർഡോ ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു, നല്ല ക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് അപ്പുറത്തൊന്ന് വിളിച്ചപ്പോൾ നടക്കുവാണോ വണ്ടിയിലോട്ട് കയറിയിട്ടില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഞാൻ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കണം, അതുകൊണ്ടാണല്ലോ അത്രയും ക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങിയിട്ടുള്ള ഈ കാർഡോ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണും ഹെൽമെറ്റിൽ, കാർഡോ ഫ്രീകോം 2X ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആം ഐ ഹാപ്പി വിത്ത് കാർഡോ? ഐ എം സൂപ്പർ ഹാപ്പി. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അബദ്ധമാവോ കാർഡോ വാങ്ങുന്നത്, ഞാൻ ഇത് വെറുതെ ഹൈപ്പാവോ, ഉപകാരപ്പെടുമോ എന്നുള്ളത്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈസ് വെരി ലൗഡ്. എനിക്ക് വോളിയം കുറച്ച് വെക്കേണ്ടി വന്നു കോൾ വന്നപ്പോൾ. പിന്നെ മൈക്ക് ക്വാളിറ്റി നല്ല എന്നുള്ള അപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞു. സോ അത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഹെൽമെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹെൽമെറ്റ് ഈസ് വെരി നൈസ്. ഞാൻ 2-3 റീസൺ കാരണമാണ് ഈ ഹെൽമെറ്റ് ചൂസ് ചെയ്യാൻ കാരണം. ഒന്ന്, MT ബ്രാൻഡ് എനിക്ക് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് ഐ എം കോൺഫിഡൻറ്റ്. MT എനിക്ക് കോൺഫിഡൻസ് ആണ് ബ്രാൻഡിനെ കുറിച്ച്. 2, എനിക്ക് മെയിൻ എൻ്റെ 2-3 പാരാമീറ്റർ ആയിരുന്നു ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പോൾ. ഒന്ന്, എനിക്ക് വെയിറ്റ്, ഞാൻ നേരത്തെ യൂസ് ചെയ്ത MT ഹെൽമെറ്റ് 1450 ആണ്, അതായത് 1450 gram ആയിരുന്നു വെയിറ്റ്. അപ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ട് കൂടുതലില്ലാത്ത വെയിറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1550 ആണ്, 100 gram എക്സ്ട്രാ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു 1600 അല്ലെങ്കിൽ 650, അതിൻ്റെ താഴെ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്തു ആ ബോക്സ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മറ്റേ ഹെൽമെറ്റ് പോലെ തന്നെ ഈ ഹെൽമെറ്റും 2 വൈസറുണ്ട്. ഇതൊരു ക്ലിയർ വൈസർ, പിന്നെ ഇത് നമ്മുടെ സണ്ണിന് ഇത് ചെയ്യാനുള്ള ഷെയ്ഡ് ചെയ്യാനുള്ള വൈസർ. അപ്പോൾ അത് രണ്ട് വൈസർ വേണം നിർബന്ധമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതുമായിരുന്നു എൻ്റെ ഒരു രണ്ടാമത്തെ മെയിൻ കാര്യം. പിന്നെ വിൻഡ് നോയ്സ്, എനിക്ക് ഇവിടെ ഈ ജോൻ്റെ താഴെ ഇവിടെ ഒരു കവറിങ് പ്രോപ്പർ വേണം എന്നുണ്ടായിരുന്നു. ഒരുവിധ ഹെൽമെറ്റിലും ഉണ്ട്, അതുകൊണ്ട് പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈ മെയിൻ കാര്യങ്ങൾ വെച്ചിട്ട് ഹെൽമെറ്റ് തപ്പിയത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത് ഈ ഹെൽമെറ്റാണ്, MTയുടെ തണ്ടർ 4 SV. നല്ല ഹെൽമെറ്റാണ്. എനിക്കത് ഇതിന് മുന്നേ ഉള്ളത് MTയുടെ KRE എന്ന് പറയുന്ന മോഡലാണ് തോന്നുന്നു, അതായിരുന്നു തോന്നുന്നു എൻ്റെ മോഡലിൻ്റെ പേര്, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഐ എം സൂപ്പർ ഹാപ്പി വിത്ത് ദിസ്. കുറച്ചൊന്ന് ബ്രേക്ക് ഇൻ ചെയ്യാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഷൂ ഒക്കെ പുതിയത് വാങ്ങുമ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒന്ന് തഴകാനുണ്ടല്ലോ, അതുപോലെ ഇതിപ്പോൾ ബ്രാൻഡ് ന്യൂ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഉള്ളിലത്തെ പാഡിങ് എല്ലാം എൻ്റെ ഫേസിന് കുറേയൊക്കെ ഇതായിട്ട് വരും. അപ്പോൾ അതുവരേക്കും ഒരു ഇതുണ്ടാവും, നോക്കാം. പക്ഷേ കുഴപ്പമില്ല, വെരി കംഫർട്ടബിൾ. ഇത് തോന്നുന്നില്ല, വെയിറ്റ് തോന്നുന്നില്ല എനിക്ക്. പിന്നെ പുതിയ വൈസറും പുതിയ ഗ്ലാസ്സുകളും ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതും ക്ലിയറായി. അപ്പോൾ എന്തായാലും ഇത് നേരെ മെർഡിഫ് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നു. സോ നേരെ അവിടെ എത്തിയിട്ട് അവിടെ എനിക്ക് ഫ്രണ്ടിനെ കാണാനുണ്ട്, പിന്നെ ചിലപ്പോൾ കുറച്ച് ഷോപ്പിംഗ് നടത്തും. ഞാനധികം വാങ്ങാൻ ചാൻസ് ഇല്ല, കാരണം ബൈക്കും കൊണ്ടായതുകൊണ്ട് എനിക്ക് തിരിച്ച് സാധനങ്ങൾ കയറ്റി വരാൻ പറ്റില്ല. ഇന്ന് വണ്ടികൾ കുറവാണ്, ട്രാഫിക്. സാധാരണ ഈ സമയത്ത് നല്ല ട്രാഫിക്കാണ്. റമദാൻ മെയിൻലി കഴിഞ്ഞ 2 ദിവസം അറിയാൻ എന്തൊക്കെ ഇവിടെ സംഭവിച്ചെന്നുള്ളത്. ഇറാനിൻ്റെ പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലും ആയതുകൊണ്ട് ഇന്ന് കുറേ പേർക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല മഴയാവുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് മഴയത്തൊന്ന് റൈഡ് ചെയ്യണമെന്നുണ്ട്.
നോക്കാം എന്താ അവസ്ഥ എന്ന്. എനിക്കിപ്പോൾ ഓൾറെഡി തന്നെ ജലദോഷവും തന്നെ പിടിച്ച സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്. മഴയത്ത് റൈഡ് ചെയ്ത വലിയ കുഴപ്പമൊന്നുമില്ല, ഹെൽമെറ്റ് അല്ലേ. പിന്നെ കാർഡോയും വാട്ടർ പ്രൂഫാണ്, നമ്മുടെ ആക്ഷൻ ക്യാമറയും വാട്ടർ പ്രൂഫാണ്, എല്ലാം വാട്ടർ പ്രൂഫാണ്, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. എൻ്റെ ബാഗ് മാത്രം വാട്ടർ പ്രൂഫ് അല്ലെന്ന് തോന്നുന്നു. എനിവേസ് നമ്മൾ നേരെ മെഡിഫ് സിറ്റി സെൻറ്ററിലെത്തി. അപ്പോൾ നേരത്തെ വന്നപ്പോൾ കോൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് കാർഡോ കണക്ട് ലുക്കിംഗ് ഫോർ എ യൂണിറ്റ്. അപ്പോൾ കാർഡോ കണക്ട്, ഇൻ്റർകോം, ഫോൺ, കണ്ടിന്യൂ, അഡ്വാൻസ്ഡ് ഓഡിയോ സെറ്റിങ്സ്, ഇൻ്റലിജൻറ്റ് നോയ്സ് ബ്ലോക്ക് ഇരുന്നോട്ടെ, 2-way റേഡിയോ ഇൻറ്റഗ്രേഷൻ, റിവേഴ്സ്. പക്ഷേ ഇതിലപ്പോൾ എന്തായിരിക്കും അത് മാറ്റാൻ? എനിവേസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്കത് ഇരിക്കട്ടെ. ഇവിടുന്ന് നേരെ നമുക്ക് തിരിച്ചു വിടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പാട്ട് കേൾക്കലൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കാം. എനിവേസ് ലെറ്റ്സ് ഗോ. അപ്പോൾ മെഡിഫ് സിറ്റി സെൻറ്റർ കണ്ടോ, അൺയൂഷ്വലി ക്വയറ്റ്. ആൾ വളരെ കുറവാണ്. ഇതിൻ്റെ ഉള്ളിലും വളരെ കുറവാണ്. പമ്പ് മോളിൻ്റെ ഉള്ളിൽ ആൾ വളരെ കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവ്. കാരണം ഒന്നാമത് ഈ ഇറാൻ്റെ പ്രശ്നങ്ങളും കാരണം അധിക പേരും പുറത്തിറങ്ങിയിട്ടില്ല ക്ലിയർലി. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം. അത് ഇതൊരു മഞ്ഞ ഓറഞ്ച് ഇത് വരുന്നു മിനി കൂപ്പർ, അധിക പേരും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി പാർക്കിംഗ് ഒക്കെ ഇതൊക്കെ വളരെ ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇറ്റ്സ് വെരി അൺയൂഷ്വൽ. ഇവരെന്താ ചെയ്യുന്നത് സത്യത്തിൽ? റോഡിന് നടുവ് കൂടെയാണോ വണ്ടി ഓടിക്കുന്നത്? കറക്റ്റ് നടുവത്തെ ലൈനിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിക്കുന്നത്. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് പോലും. ലെറ്റ്സ് ഗോ. അപ്പോൾ ഹമ്പ് വരുന്നു ചക്ക. അപ്പോൾ സംഗതിയെല്ലാം അപ്പോൾ എങ്ങനെ പോകുന്നു? കാർഡോ ഈസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ഒരു ചെറിയ കാര്യം തോന്നിയത്, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോൺ വന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. അതെനിക്ക് ആവശ്യമില്ലാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, ചില സമയത്ത് നമുക്ക് കോൾ എടുക്കേണ്ടി വരില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യുന്നതെന്ന് അത് പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യ കോളുകൾ മാത്രം എടുക്കുക എന്നുള്ള ഒരു അജണ്ടയിലാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിവേസ് ലെറ്റ്സ് സീ. ഓ ബ്യൂട്ടിഫുൾ ഈവനിങ് മാൻ. പുറത്ത് നല്ല കിടിലൻ രസമുള്ളൂ. ലെറ്റ്സ് ഗോ ഹോം. ഹെൽമെറ്റ് ഐ ലവ് ഇറ്റ്. പിന്നെ അതിലെനിക്ക് കൂടുതൽ പുതിയതായിട്ട് എനിക്കൊന്നും ഇപ്പോൾ അതിൽ പറയാനില്ല. കാരണം ഓൾറെഡി നമ്മൾ MT ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പോൾ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് നല്ലൊരു മോശമില്ലാത്ത ഒരു റേറ്റിൽ അത്യാവശ്യം മോശമില്ലാത്ത നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ MT ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. സോ ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്തോ. Thunder 4 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കാർഡോ ഫ്രീകോം 2X. ഇതിൽ ഒരു കാര്യമുള്ളത്, കാർഡോയുടെ 4X മുതലാണ് മറ്റേ ഹെയ്കാർഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. 2Xന് ഹെയ്കാർഡോ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിറി ഉണ്ടായതുകൊണ്ട് സിറി വെച്ചിട്ട് യൂസ് ചെയ്യും. അതാണ് പ്ലാൻ. ബ്യൂട്ടിഫുൾ ഈവനിങ് മാൻ. സോ നൈസ്. നല്ല ക്ലൗഡി, വെയിലില്ല, പെർഫെക്റ്റ് ടൈമിങ്. 6 മണി. ദിസ് ഈസ് ദ ടൈം ടു റൈഡ്. നല്ല ക്ലൗഡി, വെയിലില്ല, നല്ല കാലാവസ്ഥ, ചൂടില്ല, എല്ലാം കൊണ്ടും ഇറ്റ്സ് സോ ഗുഡ്. ഒരു ദിവസം പിന്നെ നമ്മുടെ ശനിയാഴ്ച നമ്മൾ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കിസൈസിലോട്ട്. അപ്പോൾ ആരെങ്കിലും കിസൈസ് ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ T ജംഗ്ഷനിൽ ശനിയാഴ്ച 7-ാം തീയതി മാർച്ച് 7-ന് T ജംഗ്ഷനിലുണ്ടാവും. 9 മണി മുതൽ അവിടെ കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് ബൈക്കേഴ്സൊക്കെ വന്ന് നമുക്ക് കത്തിയടിച്ചിരിക്കാം. അപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം, നമ്മളവിടെ ഉണ്ടാവും, ഒന്ന് പരിചയപ്പെടാം, നമ്മളെ കമ്മ്യൂണിറ്റി ഒന്ന് വളർത്താം എന്നുള്ള പ്ലാനൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരും. ഞായറാഴ്ചത്തെ Q&A സ്റ്റിക്കേഴ്സ് ഇട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് Q&A എപ്പിസോഡ് മിക്കവാറും ഇത് കഴിഞ്ഞ ഉടനെ അടുത്തത് Q&A എപ്പിസോഡായിരിക്കും. നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഈ വീഡിയോ തീരാറാവുന്നതിന് മുന്നേ ഞാൻ ഹെൽമെറ്റ് കംപ്ലീറ്റ്ലി ഒന്ന് കാണിച്ചു തരാം. വീട്ടിലെത്തിയിട്ട് ഇരുന്ന് ശരിക്കും ഒരു പ്രോപ്പർ സാധനം റെക്കോർഡ് ചെയ്തിട്ട് ഹെൽമെറ്റ് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. പെട്രോൾ അടിക്കണം. പെട്രോൾ എനിക്ക് തോന്നുന്നു നാളെ അടിക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. ഇന്നിപ്പോൾ നിർത്താനുള്ള മൂടില്ല, നല്ല കാലാവസ്ഥ പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ റൈഡ് ചെയ്യട്ടെ. നേരെ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇത് പ്രോപ്പറായിട്ട് ഈ സാധനം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. MT Thunder 4 എന്ന് പറയുന്ന ഹെൽമെറ്റാണിത്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാം MT Thunder 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാണ് കാർഡോ ഫ്രീകോം 2X. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇതിൻ്റെ കൂടെ വരില്ല, ഇത് കാശ് കൊടുത്ത് വേറെ വാങ്ങണം.
അപ്പോൾ ഹെൽമെറ്റിന് ഏകദേശം 800 dirhams ആണ് എൻ്റെ ഓർമ്മയിൽ ആയിട്ടുള്ളത്. തണ്ടർ 4 ഇതിന്റെ മാറ്റ് ഗ്രേ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇതിന്റെ മാറ്റ് ബ്ലാക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് എടുക്കുന്നതിന്റെ ചൂസ് ചെയ്യുന്നതിന്റെ 2-3 ഫാക്ടേഴ്സ് ഞാൻ ചെക്ക് ചെയ്തത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് ചെക്ക് ചെയ്യേണ്ട 2 മെയിൻ കാര്യം എന്താ വെച്ചാൽ 2 വൈസർ വേണമായിരുന്നു എനിക്ക് ഹെൽമെറ്റിന്. ഒന്ന് ക്ലിയർ വൈസർ ഇതുപോലെ, അതുപോലെ തന്നെ വേറെ ഈ വൈസർ ഇതുപോലെ എനിക്ക് ഡേ ടൈമിൽ സൺലൈറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വൈസർ. ഈ 2 വൈസർ എനിക്ക് വേണം നിർബന്ധമായിരുന്നു. കാരണം നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ഹെൽമെറ്റിലും ഈ സെയിം കാര്യം തന്നെ ആയിരുന്നു, 2 വൈസർ ഉണ്ടായിരുന്നു. സോ ഇതിലും എനിക്ക് 2 വൈസർ വേണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ ഒരു സിംഗിൾ വൈസർ ആണെങ്കിൽ തന്നെ ഫോട്ടോക്രോമാറ്റിക് വൈസർ കിട്ടും. അതായത് ഈ ഒരു സിംഗിൾ വൈസർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈമിൽ വെയിലിനനുസരിച്ച് നമ്മൾ ഈ കണ്ണട ചിലർക്ക് സ്പെക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇതിൽ വെയിലിനനുസരിച്ച് ഇത് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. ലൈറ്റ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു ഓപ്ഷനാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് 2 വൈസർ വേണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഈ 2 വൈസർ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എനിക്ക് ഈ ക്ലിപ്പിംഗ് സിസ്റ്റം. ഇതിന്റെ ക്ലിപ്പിംഗ് സിസ്റ്റം പല ക്ലിപ്പിംഗ് സിസ്റ്റം അവൈലബിൾ ആണ് എൻ്റെ അറിവിൽ. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ക്ലിപ്പിംഗ് സിസ്റ്റം. അതായത് ഇത് നേരെ അതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ചെയ്ത് ക്ലിക്ക് എന്ന് പറയുന്നത് കയറും. 2-3 ലേയേഴ്സ് ട്രക്ക് എന്ന് കയറും. ഊരണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പുള്ളിൽ ഇതങ്ങ് ഊരാൻ പറ്റും. അപ്പോൾ അത് വേണമായിരുന്നു. എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹെൽമെറ്റ് ഊരി ഇത് ഊരണമെന്നുണ്ടെങ്കിൽ മറ്റേ ചിലത് ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ ഒരൊറ്റ വലിക്ക് ഇത് ഊരിപ്പോരും. അപ്പോൾ അതൊന്ന്. പിന്നെയുള്ള എൻ്റെ മെയിൻ പാരാമീറ്റർ എന്തായിരുന്നു വെച്ചാൽ വെയിറ്റ്. ഇതിന്റെ വെയിറ്റിന്റെ സ്റ്റിക്കർ ഞാൻ ഊരിയെടുത്തു. ഇതിന്റെ വെയിറ്റ് 1550 gram ആണ് ഈ ഹെൽമെറ്റിന്റെ വെയിറ്റ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹെൽമെറ്റ് 1450 ആണ്. അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടി പോയാൽ ഒരു 1650 വരെയൊക്കെ പോവാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള അപ്പോൾ ഇതെനിക്ക് 1550 തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനും. പിന്നെ ഇതിന്റെ കവറിങ് ഇത് കണ്ടോ, വളരെ ചെറിയ ഓപ്പണിംഗ് ആണ്. നമ്മൾ തല ശരിക്കും അമർത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് തല കയറി പോകും. അപ്പോൾ അതുപോലെ ഈ ഫ്രണ്ടിലുള്ള, ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ താടിയുടെ ഇവിടെയുള്ള ഈ കവറിങ് ഇത് അത്യാവശ്യം കുറച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ടൈപ്പ് വേണമെന്നുണ്ടായിരുന്നു. അതും നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ YMT, ഇതിന് തൊട്ട് മുന്നേ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് കിനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഫ്രണ്ട് കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന അഡ്വഞ്ചർ ഹെൽമെറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് അത് പിക്ക് ചെയ്യാൻ പോയ സമയത്ത് സാബിക്കോട് ചോദിച്ചു, സാബിക്ക് ക്യാൻ ഐ ചേഞ്ച് മൈ മൈൻഡ്? സാബിക്ക് പറഞ്ഞു കുഴപ്പമില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ 2-3 ട്രൈ ചെയ്ത അവസാനം നമ്മുടെ നേരത്തെ ഉള്ള MT ഹെൽമെറ്റിന്റെ അതുപോലെയുള്ള തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എസ്പെഷ്യലി ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ മൂക്കിന്റെ ഇവിടെ ഈ കയറി നിൽക്കുന്ന ഈ ഒരു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഫിറ്റിംഗ് ഈസ് പെർഫെക്റ്റ് എൻ്റെ തലയ്ക്ക്. ഞാൻ എപ്പോഴും ഹെൽമെറ്റ് എടുക്കുമ്പോൾ എല്ലാവരോടും പറയുന്ന മെയിൻ ഒരു കാര്യം ഇതാണ്, വെച്ച് നോക്കുക. ഹെൽമെറ്റ് ഇതിന്റെ ഗ്രാഫിക്സോ ഇതിന്റെ കാഴ്ചയോ ഇതിന്റെ സൗന്ദര്യം കണ്ട് ഹെൽമെറ്റ് എടുക്കരുത്. മെയിൻലി നമ്മൾ തലയിൽ വെക്കുമ്പോൾ നല്ല സ്നഗ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഈ ഹെൽമെറ്റ് ഞാനിപ്പോൾ വെച്ച് കാണിച്ചു തരാം. ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ എനിക്ക് വളരെ സ്നഗ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടൈറ്റ്, നല്ല ടൈറ്റായി ശ്വാസം മുട്ടി ചാവാൻ പോകുന്ന പോലെ ആവരുത്. അതുപോലെ തന്നെ ലൂസ് ആവാനും പാടില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, കറക്റ്റ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കറക്റ്റ് ഇവിടെ കാണും. എൻ്റെ ചീക്സ് ഒക്കെ ഇവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിൻഡൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുഖത്ത് നിന്ന് ആടാൻ പാടില്ല. ഇത് എനിക്ക് ശരിക്കും ഒന്ന് കുലുക്കിയാൽ മാത്രമേ ആടുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ആടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ടൈറ്റ് വേണം. എന്നാൽ ശ്വാസം മുട്ടി ചാവുന്ന ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ആ രീതിക്ക് വേണം ചൂസ് ചെയ്യാൻ. മെയിൻലി ഫിറ്റിംഗ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ എഗെയിൻ ബ്രാൻഡ് MT എനിക്ക് ട്രസ്റ്റ് ഉള്ള ബ്രാൻഡാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന MT ആണ്. പിന്നെ അത്യാവശ്യം റേസിംഗിലും കാര്യങ്ങളെല്ലാം പ്രസൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് MT. സോ ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ഹെൽമെറ്റ് എടുക്കാൻ കാരണം. പിന്നെ സർട്ടിഫിക്കേഷൻ, ഇതിന് സർട്ടിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ സർട്ടിഫിക്കേഷൻ ECE 22.06 ആണ് ലേറ്റസ്റ്റ് സർട്ടിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ FMVSS നമ്പർ 218 സർട്ടിഫിക്കറ്റ്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ദിസ് മീൻസ്. പക്ഷേ നല്ലതാണ്. അപ്പോൾ എഗെയിൻ ഇറ്റ്സ് എ ട്രസ്റ്റ് വർത്തി ബ്രാൻഡ്. MT ഈസ് എ വെരി ട്രസ്റ്റ് വർത്തി ബ്രാൻഡ്. കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന MT ആണ്. സോ ഞാൻ ആലോചിച്ചു പുതിയ ഒരു ബ്രാൻഡിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ഹെൽമെറ്റിലോട്ട് ഇറങ്ങി റിസ്ക് എടുക്കുന്ന ആ കാശ് ടെസ്റ്റ് ചെയ്ത് കളയുന്നതിനും നല്ലത് MT ഐ ട്രസ്റ്റഡ്. പിന്നെ ഫിറ്റിങ്സ് റിയലി ഗുഡ് ഫിറ്റിംഗ് എൻ്റെ തലയ്ക്ക്. അപ്പോൾ അതൊക്കെ വെച്ച് ആണ് നമ്മൾ
MTയുടെ തണ്ടർ 4 എന്ന് പറയുന്നിട്ടുള്ള ഈ ഹെൽമെറ്റ് എടുത്തിട്ടുള്ളത്. സോ ഇതിന് മോട്ടോ ഹബിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഏകദേശം 800 dirhams ആണ്. അവിടെ പോയി സാബിക്കിനെ ചോദിച്ച് സാബിക്കിനെ ഒന്ന് പിഴിഞ്ഞാൽ ചിലപ്പോൾ സാബിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരും. അപ്പോൾ അതാണ് MT ഹെൽമെറ്റ്സ്. ദിസ് ഈസ് ദ വൺ നമ്മൾ വാങ്ങിയത്. ഇനി കുറച്ച് കാലത്തേക്ക് നമ്മുടെ ഇതായിരിക്കും നമ്മുടെ വ്ളോഗിൽ കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എനിക്ക് താഴെ ഇടാം. അടുത്ത Q&A എപ്പിസോഡ് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അതിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.